വെറുമൊരു യാത്രാവാഹനം എന്നതിലുപരി കോടികൾ വിലമതിക്കുന്ന ലോകത്തിലെ അത്ഭുത കാറുകളുടെ ചരിത്രത്തിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. നമ്മുടെ യാത്ര തുടങ്ങുന്നത് 1931 ഇറങ്ങിയ ബുഗാട്ടി ടൈപ്പ് 41 റോയലിൽ നിന്നാണ്. അക്കാലത്ത് രാജാക്കന്മാർക്കായി മാത്രം നിർമ്മിച്ച ഒരു അപൂർവ മോഡലായിരുന്നു. അടുത്തത് 1954 മെഴ്സിഡസ് ബെൻസ് W196 ആണ്. റേസിംഗ് ചരിത്രത്തിലെ ഈ ഇതിഹാസ വണ്ടി 2013 ലേലത്തിൽ വിറ്റുപോയത് കോടികൾക്കാണ്. 1957 പുറത്തിറങ്ങിയ ഫെരാരി 250 ടെസ്റ്റാറോസ. ഇതിന്റെ തനതായ ഡിസൈനും റേസിംഗ് പാരമ്പര്യവും ഇതിനെ ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള വണ്ടികളിൽ ഒന്നാക്കി മാറ്റി. കാറുകളുടെ ചരിത്രത്തിലെ മൊണാലിസ എന്ന് വിളിക്കപ്പെടുന്ന 1962 ഫെരാരി 250 GTO. ലേല ചരിത്രത്തിൽ എക്കാലത്തെയും റെക്കോർഡ് വില സ്വന്തമാക്കിയ കാറാണിത്. 1990കളിൽ വിപ്ലവം സൃഷ്ടിച്ച മക്ലാറൻ F1 LM. സ്വർണം പൂശിയ എഞ്ചിൻ ബേയും 3 സീറ്റുകളുള്ള യുണീക്ക് ലേഔട്ടും ഇതിന്റെ മാത്രം പ്രത്യേകതയായിരുന്നു. ഫെരാരിയുടെ സ്ഥാപകനോടുള്ള ആദരസൂചകമായി 2002 പുറത്തിറക്കിയ ഫെരാരി എൻസോ. F1 റേസിംഗ് സാങ്കേതികവിദ്യയോടെ എത്തിയ ഇതിന് വില കോടികളായിരുന്നു. 2005 ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ബുഗാട്ടി വെറോൺ എത്തി. മണിക്കൂറിൽ 400 കിലോമീറ്ററിലധികം വേഗത കൈവരിച്ച ഈ വണ്ടി അക്കാലത്തെ ഏറ്റവും വില കൂടിയതായിരുന്നു. കോണിഗ്സെഗ് CC-XR ട്രെവിത. കാർബൺ ഫൈബറിൽ യഥാർത്ഥ വജ്രങ്ങൾ കോട്ട് ചെയ്ത് നിർമ്മിച്ച ഈ കാർ ലോകത്തിൽ വെറും 2 എണ്ണം മാത്രമാണുള്ളത്. 2009 ആസ്റ്റൺ മാർട്ടിൻ പുറത്തിറക്കിയ 177. പേര് സൂചിപ്പെടുത്തുന്നത് പോലെ തന്നെ ആകെ 77 എണ്ണം മാത്രം നിർമ്മിച്ച അത്യപൂർവ ആഡംബര സ്പോർട്സ് കാർ. ലാംബോർഗിനിയുടെ 50ാം വാർഷികത്തിൽ 2013 പുറത്തിറങ്ങിയ വെനീനോ. ഒരു യുദ്ധവിമാനത്തെ അനുസ്മരിപ്പിക്കുന്ന ഡിസൈനായിരുന്നു ഇതിന്റെ പ്രധാന ആകർഷണം. ബുഗാട്ടി തങ്ങൾക്ക് അതിഹാസങ്ങൾക്ക് ആദരവർപ്പിച്ചിറക്കിയ റെംബ്രാൻഡ് എഡീഷൻ. അതിമനോഹരമായ കളർ കോമ്പിനേഷനുകളോടെ എത്തിയ ഇതിന് കോടികളായിരുന്ന വില. ഫെരാരിയുടെ ഹൈബ്രിഡ് അത്ഭുതമായ ലാ ഫെരാരി അപർട്ട. ഇതിന്റെ പരിമിതമായ ഉൽപാദനവും ഉയർന്ന ഡിമാൻഡും വിപണിയിൽ ഇതിന്റെ മൂല്യം കുത്തനെ കൂട്ടി. കണ്ണാടി പോലുള്ള കാർബൺ ഫൈബറോടെ എത്തിയ പഗാനി സോണ്ട HP ബാർച്ചെറ്റ. ലോകത്തിൽ വെറും 3 വ്യക്തികൾക്ക് മാത്രമാണ് ഈ വണ്ടി സ്വന്തമാക്കാൻ കഴിഞ്ഞത്. ഒരു കോടീശ്വരന്റെ വ്യക്തിഗതമായ താൽപര്യപ്രകാരം റോൾസ് റോയ്സ് നിർമ്മിച്ചു നൽകിയ സ്വെപ്റ്റയൽ. ലക്ഷറി യാട്ടുകളുടെ ഡിസൈനിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. 2019 ബുഗാട്ടി അവതരിപ്പിച്ച ലാ വോയ്ച്ചർ നൗവ്. ഫ്രഞ്ച് ഭാഷയിൽ കറുത്ത കാർ എന്നറിയപ്പെടുന്ന ഇത് അക്കാലത്തെ ഏറ്റവും വില കൂടിയ പുതിയ കാറായിരുന്നു. 2021 പുറത്തിറങ്ങിയ റോൾസ് റോയ്സ് ബോട്ടെയിൽ. കാറ്റിനകത്ത് ഒരു ചെറിയ ഡൈനിങ് സ്യൂട്ടും വില കൂടിയ വാച്ചുകളും അടക്കം ഉൾപ്പെടുത്തിയാണ് ഇത് നിർമ്മിച്ചത്. ബുഗാട്ടിയുടെ വിഖ്യാതമായ W16 എഞ്ചിനോടെ എത്തിയ അവസാനത്തെ റോഡ്സ്റ്റർ മോഡലാണ് 2022 ബുഗാട്ടി മിസ്റ്റൽ. ഇതിന്റെ വിലയും റെക്കോർഡ് ലെവലിലാണ്. ആഡംബരത്തിന്റെ പുതിയ തലമായ മേബാക്ക് ഹോട്ട് വോയ്ച്ചർ. ഹൈ ഫാഷൻ ഡിസൈനുകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നിർമ്മിച്ച ഇതിന്റെ ഇന്റീരിയർ അതിമനോഹരമാണ്. ബുഗാട്ടിയുടെ പഴയ EB110 മോഡലിനോട്ടുള്ള ആദരമായി 2020 ഇറക്കിയ സെന്റോഡിയേച്ചി. സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ ഉൾപ്പെട്ടുള്ളവർ സ്വന്തമാക്കിയ കാർ. കലയും സാങ്കേതികവിദ്യയും ഒന്നിക്കുന്ന പഗാനി യുഡോപ്പിയ. മാനുവൽ ഗിയർ ബോക്സോടെ എത്തിയ ഈ കാർ കളക്ടർമാരുടെ പ്രിയപ്പെട്ട മോഡലായി മാറി. 2024 ആഡംബരത്തിന്റെ ലോകത്തെ ഞെട്ടിച്ച റോൾസ് റോയ്സ് ഡ്രോപ്പ് ടെയിൽ ലാ റോസ് നൗവ്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന വുഡ് പാനലുകൾ നിർമ്മിക്കാൻ മാസങ്ങളാണ് എടുത്തത്. ബുഗാട്ടിയുടെ ഏറ്റവും പുതിയ വിപ്ലവമായ ടൂർബില്യൻ. സ്വിസ് വാച്ചുകളെ അനുസ്മരിപ്പിക്കുന്ന പൂർണ്ണമായും അനലോഗായ ഡാഷ്ബോർഡാണ് ഇതിന്റെ പ്രധാന സവിശേഷത. ലോകത്തിൽ വെറും 2 എണ്ണം മാത്രം നിർമ്മിച്ച ഈ വാഹനം ഒരു രഹസ്യ ലേലത്തിൽ വിറ്റുപോയത് ആയിരക്കണക്കിന് കോടി രൂപയ്ക്കാണ്. ഇനി ചരിത്രത്തിൽ ഇന്നേവരെ ഏറ്റവും ഉയർന്ന വിലയ്ക്ക് ലേലത്തിൽ വിറ്റുപോയ കാർ ഏതാണെന്നറിയാമോ? അത് 1955 മെഴ്സിഡീസ് ബെൻസ് 300 SLR കൂപ്പയാണ്. വിന്റേജ് ലേല ചരിത്രത്തിലെ മറ്റൊരു ഭീമനാണ് 1936 ബുഗാട്ടി ടൈപ്പ് 57 SC അറ്റ്ലാന്റിക്. ഇതിന്റെ ക്ലാസിക് ഡിസൈൻ വലിപ്പമേറിയ ഒരു ശില്പം പോലെയാണ്. 1963 റേസിംഗിനായി നിർമ്മിച്ച ആസ്റ്റൺ മാർട്ടിൻ പ്രോട്ടോടൈപ്പ്. ഈ വണ്ടിയും ലേല വിപണിയിൽ കോടികൾ വാരിക്കൂട്ടിയ ഒന്നാണ്. 2ാം ലോക മഹായുദ്ധത്തിന് തൊട്ടുമുൻപ് ഇറങ്ങിയ ആൽഫ റോമിയോ 8C. വിന്റേജ് കാർ പ്രേമികളുടെ ഒരു സ്വപ്ന മോഡലാണിത്. വേഗതയുടെ പരിധികൾ ലംഘിക്കാൻ കോണിഗ്സെഗ് ഒരുക്കിയ ജെസ്കോ അബ്സല്യൂട്ട്. ഏറ്റവും പുതിയ എഞ്ചിൻ കരുത്തോടെ എത്തിയ ഇതിന്റെ വിലയും കോടികളാണ്. ഇലക്ട്രിക് ഹൈപ്പർ കാറുകളുടെ രാജാവാണ് റിമാക് നെവേര. വെറും നിമിഷങ്ങൾ കൊണ്ട് ഉയർന്ന വേഗതയിലെത്തുന്ന ഈ വണ്ടി പുതിയൊരു യുഗത്തിന് തുടക്കം കുറിച്ചു. ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ഓപ്പൺ ടോപ്പ് കാറുകളിൽ ഒന്നാണ് ഹെന്നസി വെനം F5 റോഡ്സ്റ്റർ. പരിമിതമായ എണ്ണം മാത്രമാണ് ഇതിന്റെയും നിർമ്മാണം. ഡെൻമാർക്കിൽ നിന്നുള്ള സെൻവോ ഒറോറ. അതിനൂതന ക്വാട്ടർബോ ഹൈബ്രിഡ് എഞ്ചിനുമായി എത്തിയ ഇതിന്റെ നിർമ്മാണം തികച്ചും സവിശേഷമാണ്. ഫോർമുല 1 ഡിസൈനർ അഡ്രിയാൻ ന്യൂയി രൂപകൽപ്പന ചെയ്ത റെഡ് ബുൾ RB17 ഹൈപ്പർ കാർ. ട്രാക്കുകളിൽ മാത്രം ഓടിക്കാൻ അനുവാദമുള്ള ഇതിന്റെ വില കോടാനുകോടികളാണ്. പഴയകാല പാരമ്പര്യവും അത്യാധുനിക വേഗതയും ഒന്നിക്കുന്ന കോണിഗ്സെഗ് CC850. മാനുവൽ ഗിയർ സംവിധാനത്തോടെയുള്ള ഈ അപൂർവ ഹൈപ്പർ കാറും കോടികൾ വിലമതിക്കുന്ന ഒന്നാണ്. കോടീശ്വരന്മാർക്കും കാർ കളക്ടർമാർക്കും ഈവ കേവലം ഒരു സ്റ്റാറ്റസ് സിംബൽ മാത്രമല്ല, മികച്ചൊരു ഇൻവെസ്റ്റ്മെന്റ് കൂടിയാണ്. ഈ കാറുകൾ വെറും വാഹനങ്ങൾ മാത്രമല്ല, അവ എഞ്ചിനീയറിംഗിന്റെയും കലയുടെയും അത്ഭുതകരമായ സംയോജനമാണ്. മാസങ്ങൾ നീളുന്ന കഠിനാധ്വാനവും ഏറ്റവും അത്യാധുനികമായ സാങ്കേതികവിദ്യയുമാണ് ഓരോ കാറുകൾക്കും ഇത്രയധികം വില നൽകുന്നത്. ഇവയിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട കാർ ഏതാണെന്ന് താഴെ കമന്റ് ചെയ്യൂ.
ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.